ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ചൊവ്വാഴ്ച ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് രാജ്യത്തെ സിസ്മോളജിക്കൽ സെന്ററിനെ ഉദ്ധരിച്ച് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭൂനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ടെഹ്റാൻ, മാസന്തരാൻ പ്രവിശ്യകളുടെ അതിർത്തി മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടുവെങ്കിലും ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഭൂചലനത്തിന് പിന്നാലെ ടെഹ്റാൻ, മാസന്തരാൻ, ക്യോം, അൽബോർസ് പ്രവിശ്യകളിൽ റെഡ് ക്രസന്റ് ടീമുകളെ അതീവ ജാഗ്രത കൈ നിയോഗിച്ചു. ഭൂചലനം നടന്ന 1 മണിക്കൂറിന് ശേഷവും കാര്യമായ നാശനഷ്ടങ്ങളോ പരിക്കുകളോ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഇറാന്റെ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്ററായ IRIB-യും അറിയിച്ചു. നേരത്തെ മാർച്ച് 3-ന് തെക്കൻ ഇറാനിലെ ഗരാഷ് മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികൾ ഒടുവിൽ നിർണായക ഘട്ടത്തിലെത്തിയോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ നിന്നും ഉയരുന്നത്. കാരണം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പെട്ടെന്ന് ഉണ്ടായ ഭൂചലനമാണ് ലോകമെമ്പാടും പുതിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ ഭൂകമ്പമോ അതോ രഹസ്യ ആണവ പരീക്ഷണത്തിന്റെ ബാക്കിപത്രമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ പുതിയതൊന്നുമല്ല. ഇറാൻ അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അത് രഹസ്യമായി ആണവായുധ വികസനത്തിലേക്കുള്ള നീക്കമാണെന്ന് ആരോപിക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനിൽ ഉണ്ടായ ഭൂചലനം പുതിയ സംശയങ്ങൾക്ക് ഇടയാക്കിയത്. ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ പലപ്പോഴും ചെറിയ ഭൂചലനങ്ങളായി രേഖപ്പെടുത്തപ്പെടാറുണ്ടെന്ന ചരിത്രം തന്നെയാണ് ഈ ചർച്ചകളുടെ അടിസ്ഥാനം. അതേസമയം ആണവ പരീക്ഷണം എന്ന ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഭൂകമ്പം ഒരു സ്വാഭാവിക ഭൗമശാസ്ത്ര സംഭവം ആകാമെന്നാണ് വിദഗ്ധരുടെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇറാൻ എന്ന രാജ്യം പൊതുവെ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം രാജ്യത്ത് പതിവായി ഭൂചലനങ്ങൾ ഉണ്ടാകാറുമുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സംഭവത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതിനെ സാധാരണ ഭൂകമ്പത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ കാരണമാകുന്നത്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പരാമർശങ്ങളും ഈ ചർച്ചകൾക്ക് കൂടുതൽ കരുത്തേകുകയാണ്. ചൈനയിലേക്കുള്ള നയതന്ത്ര യാത്രയ്ക്ക് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇറാനെ ഒരു ആണവായുധ ശക്തിയാകാൻ അനുവദിക്കില്ലെന്ന തന്റെ പഴയ നിലപാട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ചിരുന്നു. ഇറാനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരേയൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, അവർക്ക് ആണവായുധം ഉണ്ടാകില്ല എന്നായിരുന്നു ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യതകളേക്കാൾ വലിയ വിഷയം ഇറാന്റെ ആണവ ശേഷിയാണെന്നും കൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞു. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇപ്പോഴത്തെ ഭൂചലനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടുതൽ രാഷ്ട്രീയ നിറം നൽകുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിച്ചിരിക്കുകയാണ്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം യുദ്ധം ആരംഭിച്ച 74 ദിവസത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് $21 ബില്യൺ നഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ഇത് യുദ്ധ ഉപകരണങ്ങളുടെയും സൈനിക സംവിധാനങ്ങളുടെയും നഷ്ടം മാത്രമാണ്. സൈനിക താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ഭൂചലനം കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് യുദ്ധവും സാമ്പത്തിക ഉപരോധങ്ങളും തുടരുമ്പോൾ മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതികൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യവും ഉയരുകയാണ്.